ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂര് അശ്വിനി ജംഗ്ഷനിലെ സീതാറാം തെജൽ മോളിലാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ റെസ്റ്റോറന്റിൽ നമ്മൾ മുമ്പ് വന്നിട്ടില്ലേ എന്ന്. ശരിയാണ്, പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇവർ പുത്തൻ ഉണർവോടുകൂടി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് രൂപത്തിലും ഭാവത്തിലും മാനേജ്മെന്റിലും മെനുവിലും അടിമുടി മാറ്റങ്ങളുമായിട്ട് ലാ പിസേരിയ 76 വേർഷൻ 2.0 ആയിട്ട് വീണ്ടും തുറന്നിരിക്കുകയാണ്. ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി കൂൾ, കോംഫി ആൻഡ് കോസി പോലെ ആക്കിയിട്ടുണ്ട്. നല്ല കളർഫുൾ പെയിന്റിംഗ്, അട്രാക്റ്റീവ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പെയിന്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. ഈ കാണുന്നതാണ് ഇവരുടെ റിസപ്ഷൻ കൗണ്ടർ. അതിന്റെ തൊട്ട് പിന്നിൽ തന്നെ ഇവരുടെ കിച്ചൺ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇവരുടെ ലേറ്റസ്റ്റ് കളർഫുൾ മെനു. ഇപ്രാവശ്യം കുറച്ചധികം കാറ്റഗറീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാലഡ്സ് വരുന്നുണ്ട്, ഇവരുടെ സ്പെഷ്യൽ വിങ്സ് വരുന്നുണ്ട്, ലോഡഡ് ഫ്രൈസ് വരുന്നുണ്ട്, ബർഗേഴ്സ് വരുന്നുണ്ട്. അത് ചിക്കനിലും വരുന്നുണ്ട്, ബീഫിലും ഉണ്ട്, വെജീസിലും ഉണ്ട്. റാപ്സ് വരുന്നുണ്ട്, അതും വെജി, ചിക്കൻ ആൻഡ് ബീഫ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവരുടെ പല ഫ്ലേവറിലുള്ള പിസ്സാസ് വരുന്നുണ്ട്, അതിലും ചിക്കൻ, ബീഫ് ആൻഡ് വെജി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇവരുടെ സിഗ്നേച്ചർ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ സ്റ്റേക്സ് വരുന്നുണ്ട്. പിന്നെ ഇവരുടെ റൈസ് ബോൾസും വരുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. പിന്നെ ബെവറേജസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇവരുടെ പോപ്പിംഗ് ബോബ ഡ്രിങ്ക്സ് ആണ്. പിന്നെ ഫ്രൂട്ട് പഞ്ചസും മൊഹിത്തോസും വരുന്നുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തതിൽ ആദ്യം എത്തിയത് ഈ ഒരു ബർഗർ ആണ്. ഇതാണ് ഇവരുടെ സ്പൈസി ബീഫ് ബർഗർ. സിംഗിൾ ബീഫ് പാറ്റി ബർഗർ ആണ്. നമുക്ക് എന്തായാലും ഈ ബർഗറിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, ഒരു ഡീസന്റ് സിംഗിൾ പാറ്റി ബർഗർ പോലെയാണ് ഫീൽ ചെയ്തത്. ഇതിന്റെ കൂടെ ഒരു സ്പൈസി സോസ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് അത്രയ്ക്കും സ്പൈസി അല്ല. ഒരു മൈൽഡ് സ്പൈസി ഫ്ലേവർ പോലെയാണ് ഫീൽ ചെയ്തത്. ഇതിന്റെ ബൺ ക്വാളിറ്റി നല്ലതാണ്. വലിയ ബൈറ്റ് എടുത്തിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിന് പിന്നാലെ തന്നെ ഇവരുടെ 2 ബോബ ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവരുടെ ഒരു വിങ്സും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ മാംഗോ ക്രീമി ബോബ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോബ ഡ്രിങ്ക്സിനൊക്കെ വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റിയും വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് സിപ്പ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു ക്രീമി മാംഗോ ബോബ ഷേക്ക് തന്നെയാണ്. പക്ഷെ ആ പോപ്പിംഗ് ബോബ ഒന്നും കിട്ടിയില്ല. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കിട്ടുമോ നോക്കാം. ശരിക്കും അത് സ്റ്റർ ചെയ്യുമ്പോൾ ശരിക്കും കാണാനുണ്ട്. ഒന്നും കൂടി ഒന്ന് വലിച്ചു കുടിച്ചു നോക്കാം. ഇപ്പൊ കിട്ടി. ശരിക്കും നല്ലൊരു ഫ്ലേവേർഡ് ബോബ തന്നെയാണ്. നാവ് കൊണ്ട് തൊടുമ്പോ തന്നെ പോപ്പായി പോകുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോബ ക്രിസ്റ്റൽസ് കൊള്ളാം. അടുത്തത് നമുക്ക് ഇവരുടെ BBQ വിങ്സ് ഒന്ന് കഴിച്ചു നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല ടെംപ്റ്റിംഗ് ആൻഡ് ജ്യൂസി ഫീലിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ല കിഡിലൻ ചിക്കൻ വിങ്സ്. അതായത് ഇവരുടെ ഫ്രൈഡ് ചിക്കന്റെ മേലെ ഒരു BBQ ഗ്ലേസ് സോസും വൈറ്റ് സെസമി സീഡ്സും ഒക്കെ കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം. ചിക്കൻ ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. പിന്നെ ഒരു മൊഹിത്തോ ആണ് വന്നത്. അതിന് പിന്നാലെ തന്നെ ഇവരുടെ ഒരു പിസ്സയും വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇവരുടെ ഫ്രൂട്ട് ബോബ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് സ്ട്രോബെറി ഫ്ലേവർ ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിനും ഒരു റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാച്ചുറൽ സ്ട്രോബെറി തന്നെയാണ്. അത് മിൽക്കിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇതിലും ബോബ ആദ്യം കിട്ടിയില്ല, ഒരുപക്ഷെ സ്ട്രോ തിരിഞ്ഞു പോയത് കൊണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇതും കൂടി കുറച്ച് ഫോഴ്സോടുകൂടി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കാം. യെസ്, ഇതും നല്ല ടേസ്റ്റി ബോബയാണ്. അതായത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള പോപ്പിംഗ് ബോബ. ഒരു സ്ലൈറ്റ് ടച്ച് മതി, അപ്പ പൊട്ടും. പിന്നെ നമ്മൾ മൊഹിത്തോ ആയിട്ട് ഓർഡർ ചെയ്തത് ഇവരുടെ ബ്ലൂബെറി മൊഹിത്തോ ആണ്. ഇതും നല്ല റീസണബിളി പ്രൈസ്ഡ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല ചിൽഡ് ബ്ലൂബെറി മൊഹിത്തോ, നല്ല തേഴ്സ്റ്റ് ക്വെഞ്ചിങ് മൊഹിത്തോ തന്നെയാണ്. ഇവരുടെ മൊഹിത്തോസിന്റെ എല്ലാ ഫ്ലേവേഴ്സിനും ഒരേ റേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ ഫ്രൂട്ട് ബോബ, ക്രീമി ബോബ കാറ്റഗറീസിൽ എല്ലാ ഫ്ലേവേഴ്സിനും ഒരേ റേറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഇവരുടെ പിസ്സ ഒന്ന് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഫോർസ ഇറ്റാലിയ ബീഫ് പിസ്സയുടെ 12 ഇഞ്ചസിന്റെ ലാർജ് പിസ്സയാണ്. ഇവർക്ക് ഇതിൽ മീഡിയം ഓപ്ഷനും വരുന്നുണ്ട്. 10 ഇഞ്ചസിന്റെ ടോപ്പിംഗ്സ് ഒക്കെ കണ്ടിട്ട് വളരെ ടെംപ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. നല്ലപോലെ ചീസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ട്രെച്ച് ചെയ്ത് വരുന്നത് കാണാം. കൊള്ളാം, നല്ലൊരു ചീസി പിസ്സയാണ്. അതായത് ഒട്ടും സ്പൈസി അല്ല, ഒരു ഇറ്റാലിയൻ ഫ്ലേവറിലാണ്. പിന്നെ ഇതിൽ മൊസറല്ല ചീസിന്റെ ഒപ്പം ക്രീമി ചെഡർ ചീസിന്റെ ടോപ്പിംഗ് വരുന്നുണ്ട്. ഒരു തിൻ ക്രസ്റ്റ് പിസ്സ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവസാനം നമ്മൾ ഇവരുടെ ചിക്കൻ റൈസ് ബോളും കൂടി ഓർഡർ ചെയ്തു. അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ റൈസ് ബോൾ വരുന്നത്. ഒരു സോസ് വരുന്നുണ്ട്, ചിക്കൻ പീസസ് വരുന്നുണ്ട്, റൈസ് പോർഷൻ വരുന്നുണ്ട്, ഗ്രിൽഡ് വെജീസും വരുന്നുണ്ട്. ഇവരുടെ മെനുവിൽ കണ്ടതുപോലെ ഒരു ബോളിൽ പ്രസന്റ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും നമുക്ക് ഈ സോസ് കുറച്ചെടുത്ത് ആ റൈസിന്റെ
ചിക്കന്റെ മുകളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ആ റൈസ് കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് ഒരു ഫ്ലേവേർഡ് റൈസ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചിക്കൻ പീസും എടുത്ത് കുറച്ച് ഗ്രിൽഡ് വെജീസ്, അതായത് ബ്രോക്കോളി വരുന്നുണ്ട്, പിന്നെ മഷ്റൂമും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, ഓവറോൾ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. അതായത് ഫ്ലേവേർഡ് റൈസ് ആണ് വരുന്നത്, പിന്നെ ചിക്കൻ സ്റ്റേക്കിന്റെ പീസസ് ആണ് വരുന്നത്. ഗ്രിൽഡ് വെജീസ് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിൽ വരുന്ന സൈഡ്സിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നി. ലാസ്റ്റ് റൈസ് മാത്രം ബാക്കിയായി. അപ്പൊ ഇന്നത്തെ ഒരു ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. കഴിച്ചതും കുടിച്ചതും എല്ലാം നല്ല ടേസ്റ്റി ആൻഡ് നല്ല ക്വാളിറ്റിയുടെ ആയിരുന്നു. പിന്നെ തൃശ്ശൂരിൽ നിന്നും കുടിച്ച ഏറ്റവും നല്ല ബോബ ഡ്രിങ്ക് ഇവിടെ തന്നെയാണ്. അപ്പൊ ഈ പെയിന്റിങ്ങിന്റെ മിസ്റ്ററി എന്തെന്ന് വെച്ചാൽ ഹോളിവുഡിലെ അവെഞ്ചേഴ്സിന്റെ കൂടെ നമ്മുടെ പാൻ ഇന്ത്യൻ സൂപ്പർ ഹീറോ മിന്നൽ മുരളിയും ഉണ്ട്. അപ്പൊ ഒരു കുടക്കീഴിൽ നല്ല ബർഗേഴ്സും പിസ്സാസും സാൻഡ്വിച്ചസും റാപ്സും ഫ്രൈസും സ്റ്റേക്സും ഫ്രൈഡ് ചിക്കനും റൈസ് ബോൾസും പോലെ വെറൈറ്റി ഐറ്റംസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. ഫുഡ് മാത്രമല്ല, അതിന്റെ കൂടെ നല്ല ഓത്തന്റിക് ബോബ ഡ്രിങ്ക്സും കിട്ടുന്ന ഒരു സ്പോട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.